എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി. കേതുവാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ. എപ്പോഴും ഊർജ്ജസ്വലരും കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ. ഏത് വിഷയത്തെക്കുറിച്ച് സാമാന്യമായ അറിവ് ഇവർക്കും ഉണ്ടായിരിക്കും. രോഗശാന്തി നൽകുന്ന അശ്വിനി കുമാരന്മാരാണ് അധിപന്മാർ. അതിനാൽ മറ്റുള്ളവരെ സഹായിക്കാനും ആശ്വാസം നൽകാനും ഇവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. കലയും യാത്രയും വലിയ താല്പര്യമായിരിക്കും ഇവർക്ക്. ഏറ്റെടുത്ത തൊഴിലിൽ വലിയ പുരോഗതിയും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. അശ്വതി നക്ഷത്രക്കാർ ശരാശരിയിൽ കൂടുതൽ അറിവുള്ളവരായിരിക്കും. സ്വന്തം കടമകളിൽ തികഞ്ഞ ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കും. അശ്വതി നക്ഷത്രക്കാർ സ്വന്തം അഭിപ്രായം അനുസരിച്ചേ പെരുമാറുകയുള്ളൂ. മറ്റുള്ളവർ എതിരഭിപ്രായം പറയുന്നത് ഇഷ്ടപ്പെടുകയുമില്ല. എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ രൂക്ഷ ഭാഷ പ്രയോഗിക്കുകയും ചെയ്യും. എതിരാളികളുടെ സ്ഥാനമോ നിലയോ നോക്കാറില്ല. അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകളെപ്പറ്റി വലിയ മതിപ്പ് ആണ്. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷമുള്ളവരുമാണ്. സഹായം തേടി വരുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം സഹായം ലഭിക്കും. ഇവർ വലിയ അഭിമാനികളാണ്. അഭിമാനത്തിന് ക്ഷതമോ കോട്ടമോ വരുന്ന പ്രവൃത്തികൾ ഇടപെടാറില്ല. ഇവർ അഭിമാനത്തിന് ഭംഗം വരുന്നവരോട് തക്ക സമയത്ത് പകരം ചോദിക്കുകയും ചെയ്യും. കുടുംബത്തിനോടും കുട്ടികളോടും ഇവർക്ക് വലിയ സ്നേഹമാണ്. എന്ത് ത്യാഗവും ചെയ്യും. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ഒരു പിന്തുണയും കിട്ടുകയില്ല. ഇവർക്ക് അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ്. ഇവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മുറി, കിടക്ക, ഡ്രസ്സ് തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കും. ബാത്റൂമുകൾ വൃത്തിയാക്കാനും മുറികൾ വൃത്തിയാക്കാനും ഇവർ മണിക്കൂറുകൾ ചെലവഴിക്കും. ഈ നക്ഷത്രക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ഭാഗ്യവും ഭാഗ്യദോഷവും ഒരുമിച്ച് വരും. ഭാഗ്യം കൊണ്ട് വിജയമോ ഉയർച്ചയോ ഉണ്ടാകുമ്പോൾ ഭാഗ്യദോഷം കൊണ്ട് പരാജയം ഉണ്ടാകും. എന്നാലും അവസാന നിമിഷത്തിൽ ദൈവാധീനം ഉണ്ടാകും. വ്യാഴവും സൂര്യനും ചന്ദ്രനും വ്യാഴവും ചന്ദ്രനും സൂര്യനും ഒരുമിച്ചിരുന്നാൽ നല്ല ഫലം ഉണ്ടാകും. കുടുംബത്തിൻ്റെ ചുമതലകളും കർത്തവ്യങ്ങളും കൃത്യമായി നിറവേറ്റും. 33 വയസ്സുവരെ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതിനുശേഷം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. 2006 ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ നല്ല വർഷമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധ്യമാകുന്ന സമയമാണിത്. അപ്രതീക്ഷിതമായ ചെലവുകളാൽ പണം കടം വാങ്ങേണ്ടി വരും. പണം കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക, ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുക തുടങ്ങിയവ ഈ വർഷം ചെയ്യരുത്. ആരോഗ്യം ശ്രദ്ധിക്കണം. അഗ്നി, ആയുധം, ധനം, വാഹനം തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതിനാൽ ചില അവസരങ്ങൾ ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്ക് അർഹമായ പിതൃസ്വത്ത് ലഭിക്കും. കഴിഞ്ഞ വർഷം മുടങ്ങിയ വിദേശി യാത്രകൾ ഈ വർഷം ചെയ്യാൻ സാധിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനാകും. തൊഴിലിൽ വലിയ പുരോഗതിയും ലക്ഷ്യപ്രാപ്തിയും കൈവരിക്കാൻ കഴിയും. അശ്വതി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വർഷം നല്ല സമയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.